ഹായ് ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മോസ്റ്റ് റിക്വസ്റ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നേക്കുന്നത്. നമ്മൾ ഇന്ന് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഒരു ഷോർട്ട് ടോപ്പാണ്, അതായത് ഒരു പെപ്ലം ടോപ്പാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. 1-2 പെപ്ലം ടോപ്സ് തയ്ക്കുന്ന വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്, പക്ഷേ വീണ്ടും റിക്വസ്റ്റ് വന്നത് കൊണ്ടാണ് ഇത് വീണ്ടും എടുക്കുന്നത് കേട്ടോ. അപ്പോൾ തുണി നമ്മളിതാ 2 മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ 4 മടക്കിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. യോക്ക് പോർഷൻ എത്രയാണോ നീട്ടം വേണ്ടത് അത് എടുക്കുക. ഞാനിവിടെ 14.5 ഇഞ്ചാണ് എടുത്തു കൊടുത്തിട്ടുള്ളത്. ഈ ടോപ്പ് തയ്ക്കാൻ നമുക്കൊരു 2 മീറ്റർ തുണി മതിയാകും കേട്ടോ. അപ്പോൾ 2 മീറ്റർ തുണി മതിയാകും, അതെടുക്കാം. ഓക്കെ, നമ്മൾ 10.5 ഇഞ്ചാണ് വീതി കൊടുക്കുന്നത്. എനിക്ക് 8.5 വേണ്ടത്, പ്ലസ് 2.5 കൂടെ ചേർത്ത് 10.5 ഇഞ്ച് പ്ലസ് 2 കൂടെ ചേർത്ത് 10.5 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 6.5 ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ആം ഹോളും ഞാനിവിടെ 6.5 കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള ഒരു മീഡിയം സൈസിൻ്റെ മാർക്കിങ്സ് ആണ്. ഇതിൽ പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും വരില്ല. ഓക്കെ, എന്നിട്ട് ചെസ്റ്റ് ഞാനിവിടെ എടുത്ത് കൊടുക്കുന്നത് 10.5 കേട്ടോ. 8 എനിക്ക് വേണം, 8.5 എനിക്ക് വേണം, പ്ലസ് 2 തയ്യൽ തുമ്പോടെ ചേർത്ത് 10.5. നിങ്ങൾക്ക് എത്രയാണോ നിങ്ങളുടെ ചെസ്റ്റ് സൈസ് അതിൽ നിന്ന് ഒരു 2 ഇഞ്ച് കൂടെ തയ്യൽ തുമ്പോടെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് താഴെ നമ്മളിതാ ഒരു 2 ഇഞ്ച് അപ്പുറത്തോട്ട് മാർക്ക് ചെയ്തിട്ട് ഇതാ ഇങ്ങനെ ആർച്ച് പോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാലല്ലേ, താഴത്തെ തുമ്പ് ഒരുപാട് സൈഡ് ഇങ്ങനെ ഒരുപാട് തൂങ്ങിക്കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് എന്താ മാർക്ക് ചെയ്യാനുള്ളത്? ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്യാമേ. ഇത് ഷോൾഡർ എലാസ്റ്റിക് ടോപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മൾ താഴ്ന്നൊരു 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു 4 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 4 ഇഞ്ച് തന്നെ വേണമെന്നില്ല, 3.5-3.25 ഇഞ്ച് മതി കേട്ടോ. 4 ഇഞ്ചാണെങ്കിൽ ഒരുപാട് കവഞ്ഞു പോവും. അങ്ങനെ വേണമെന്നുള്ളവർക്ക് അങ്ങനെ എടുക്കാം. ഞാനിവിടെ അത്രയും എടുക്കുന്നില്ല, അതുകൊണ്ട് 3.5-3.25 ഇഞ്ചാണ് എടുത്തു കൊടുക്കുന്നത്. ഇതൊരു 32 സൈസ് ടോപ്പാണ് കേട്ടോ. ഓക്കെ, എന്നിട്ട് നമ്മളിതാ ഇങ്ങനെ കൈക്കുഴിയുടെ അവിടെ നിന്ന് അങ്ങനെ അങ്ങോട്ട് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമുക്കത് കട്ട് ചെയ്ത് കൊടുക്കാമേ. അപ്പോൾ ഷോൾഡറിൽ എലാസ്റ്റിക് വരുന്ന മോഡലായതുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. ഓക്കെ, ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും നമ്മൾ ഈ സെയിം രീതിയിലാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. എന്നിട്ട് താഴെ ഇതായി ഈ രീതിയിലും കൂടെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഓപ്ഷണലാണ് കേട്ടോ. കോട്ടൺ തുണിയൊക്കെയാണ് നിങ്ങൾ എടുത്തിട്ടുള്ളതെങ്കിൽ അങ്ങനെ അവിടെ കട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഇത് ക്രേപ്പിൻ്റെ തുണി ആയതുകൊണ്ട് ഇങ്ങനെ തൂങ്ങിക്കിടക്കും, അതുകൊണ്ടാണ് കേട്ടോ നമ്മളത് എടുത്തു കൊടുക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ബോട്ടം പോർഷൻ കട്ട് ചെയ്ത് കൊടുക്കാം. ബോട്ടം പോർഷൻ ഞാനിവിടെ കൊടുക്കുന്നത് 10 ഇഞ്ച് ലെങ്താണ് കേട്ടോ. ഞാനിവിടെ 4 മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ബോട്ടം ആണോ സ്ലീവ്സ് ആണോ വെട്ടുന്നതെന്ന് ഒരു പിടിയില്ലല്ലോ. ഇത് ബോട്ടം പോർഷനാണ് കേട്ടോ. ഞാൻ ഇവിടെ 10 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ബാക്ക് പോർഷനാണ് നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഫ്രണ്ട് പോർഷനിൽ വെക്കാനായിട്ട് നമ്മൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതെങ്ങനെയാണെന്ന് പറഞ്ഞു തരാമേ. ഒരു 10 ഇഞ്ച് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതായത് നമ്മുടെ തുണിയെ 4 മടക്കി ഇട്ടിട്ട്, എന്നിട്ട് നമ്മൾ ഫ്രണ്ടിൽ വെക്കാനുള്ള പോർഷൻ 2 മടക്കി ഇട്ടിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾ നേരത്തെ 10 ഇഞ്ചാണ് എടുത്തു കൊടുത്തത്, പക്ഷേ ഇവിടെ നമ്മൾ 12 ഇഞ്ച് 2 ഇഞ്ച് കൂടെ കൂട്ടിയാണ് എടുത്തു കൊടുക്കുന്നത്. അതെന്തിനാണെന്ന് ഞാൻ പറഞ്ഞു തരാമേ. നമ്മൾ എലാസ്റ്റിക് ആണല്ലോ ഫ്രണ്ടിൽ ചെസ്റ്റിൽ നടുക്ക് വെക്കുന്നത്, അപ്പോൾ ഒരു 2 ഇഞ്ച് കൂടെ എക്സ്ട്രാ വേണം കേട്ടോ. ഇല്ലെങ്കിൽ തുണി ഇങ്ങനെ ബോട്ടത്തിൻ്റെ നടുക്ക് ഇങ്ങനെ കയറി നിൽക്കുമ്പോൾ തോന്നി താഴത്തെ തുണി. അതുകൊണ്ട് നമ്മൾ 12 ഇഞ്ച് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ആദ്യം നിങ്ങൾക്ക് ഇത്തിരി കൺഫ്യൂഷൻ ആയിരിക്കും, പിന്നെ അത് ഓക്കെ ആവും കേട്ടോ. എന്നിട്ട് ഞാനൊരു സ്ട്രെയിറ്റ് ലൈൻ അങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ജോയിൻ്റ് ഇല്ലാത്ത കോർണറിൽ നമ്മൾ ആ 2 ഇഞ്ച് എക്സ്ട്രാ നമ്മളടുത്ത് 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ അലിയ കട്ട് ചെയ്യില്ലേ, അതുപോലെ ഇങ്ങനെ കോണിച്ചിങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ ആ ജോയിൻ്റുള്ള സെൻറ്റർ പോർഷനാണ് നമ്മുടെ ഫ്രണ്ട് പോർഷൻ്റെ സെൻറ്ററിൽ വരുന്നത്. അതങ്ങോട്ട് തച്ച് പോകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവുമെന്ന് തോന്നുന്നു. ഓക്കെ, ഇപ്പോൾ മനസ്സിലാവാത്തവർ ഇങ്ങനെ വെട്ടിയെടുക്കുക. എന്നിട്ട് നമുക്ക് തച്ച് പോകുമ്പോൾ നമുക്ക് ഒന്നുകൂടെ ക്ലിയർ ആവും കേട്ടോ. ഓക്കെ, എന്നിട്ട് നമുക്ക് ഈ പോർഷൻ കൂടെ കട്ട് ചെയ്തെടുക്കാമേ. അപ്പോൾ നമ്മുടെ താഴെ പ്ലീറ്റ്സ് ഇടേണ്ട പോർഷനും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് സ്ലീവ്സ് ആണ് കേട്ടോ. ഓക്കെ, സ്ലീവ്സ് കൂടെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ കട്ടിങ് കഴിയും, പിന്നെ നമുക്ക് സ്റ്റിച്ചിങ് മാത്രമാണ് ബാക്കി വരുന്നത്. ഓക്കെ, കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് സെൻറ്റർ പോർഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കട്ട് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി സ്ലീവ്സ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നേരത്തത് ഞാൻ ആഡ് ചെയ്യാൻ മറന്നുപോയി, അങ്ങനെ ഞാൻ എക്സ്ട്രാ കട്ട് ചെയ്തതാണ്, കുറച്ച് വെട്ടം കുറവായിട്ട് തോന്നിയത്. ഓക്കെ, സ്ലീവ്സിന് ഞാനിവിടെ 24 ഇഞ്ചൊക്കെയാണ് എടുത്തു കൊടുക്കുന്നത്.
എന്നിട്ട് ആ ഒരു സ്ട്രെയിറ്റ് ലൈനാണ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 24 ഇഞ്ചിൻ്റെ സ്ട്രെയിറ്റ് ലൈൻ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫുൾ സ്ലീവാണ് കേട്ടോ. 22 മതി. പിന്നെ 2 ഇഞ്ച് നമ്മൾ എലാസ്റ്റിക് വെക്കാൻ പോകുമല്ലോ, താഴെയും മുകളിലും എലാസ്റ്റിക്കാണ്, അതുകൊണ്ട് 2 ഇഞ്ച് പോകും. ഓക്കെ, ഞാൻ അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുത്തിട്ട് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി കട്ട് ചെയ്തെടുത്തിട്ട് ഇനി നമ്മളിവിടെ ചെറിയൊരു സൂത്രപ്പണി ചെയ്യുന്നുണ്ട്. അതായത് ഏകദേശം ഒരു 3 ഇഞ്ചോളം ഇപ്പുറത്തോട്ടിട്ടിട്ട് നമ്മൾ താഴത്തോട്ട് ഒരു 4-4.5 ഇഞ്ച് താഴത്തോട്ട് ഇങ്ങനെ കർവ് ചെയ്ത് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ നമ്മുടെ യോക്ക് പോർഷൻ്റെ ഷോൾഡറുമായിട്ട് ആം ഹോളിൻ്റെ ആ ഭാഗമായിട്ട് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, വീഡിയോ അങ്ങോട്ട് കടന്നു പോകുമ്പോൾ സംഭവം നിങ്ങൾക്ക് എല്ലാം പിടികിട്ടും. ഓക്കെ, സിൽക്കി അതിൻ്റെ ഇടയ്ക്ക് അവിടെ കിടക്കുന്നുണ്ട്, നിങ്ങൾക്ക് ചെറുതായിട്ട് കാണാൻ പറ്റും. എന്നിട്ട് നമുക്ക് താഴത്തെ തുമ്പ് കട്ട് ചെയ്യൂല കേട്ടോ. താഴത്തെ തുമ്പ് നമ്മൾ എലാസ്റ്റിക്കാണ് വെച്ച് കൊടുക്കുന്നത്. ഓക്കെ, താഴത്തെ തുമ്പ് അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കൂല. അങ്ങനെ നമ്മുടെ സ്ലീവ്സ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ശരി, ഇനി ലൈനിങ് നമ്മൾ സെയിം ആയിട്ട് ഫ്രണ്ട് പോർഷന് മാത്രം, യോക്ക് പോർഷന് മാത്രമാണ് കേട്ടോ നമ്മൾ ലൈനിങ് ഇടുന്നത്. സ്ലീവ്സിനോ താഴെ പ്ലീറ്റ്സ് കൊടുക്കുന്ന ബോട്ടത്തിനോ ലൈനിങ് ഇടുന്നില്ല. അങ്ങനെ നമ്മൾ ലൈനിങ് കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലോട്ട് പോകാം. ലൈനിങ് തുണി, യോക്ക് പോർഷൻ്റെ ലൈനിങ് നമ്മൾ എടുത്തു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ മെയിൻ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. നല്ല വശം ലൈനിങ്ങിനോട് ചേർത്ത് വെച്ച് നമുക്ക് ഇങ്ങനെ ആദ്യം ഇങ്ങനെ ക്ലിയർ ആയിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. എനിക്ക് ഏരിയ ഭയങ്കര ലിമിറ്റഡാണ്, അതുകൊണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക, എന്നാലേ മനസ്സിലാവുള്ളൂ. മാക്സിമം ഞാൻ കൊച്ചൻ ട്രൈ ചെയ്യുന്നുണ്ട് വീഡിയോ എടുക്കാനും കിട്ടാനും വേണ്ടിയിട്ട്. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ നമുക്ക് ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ഇങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാമേ. ഇതുപോലെ തയ്ച്ച് കൊടുക്കാമേ. ഞങ്ങളിത് രാത്രിയാണ് ഇരുന്ന് തയ്ക്കുന്നത്, അതുകൊണ്ട് കുറച്ച് വെട്ടത്തിൻ്റെ ലൈറ്റിൻ്റെയൊക്കെ പ്രശ്നമുണ്ട്. ഓക്കെ, എന്നാലും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുഞ്ഞു കുഞ്ഞു കട്ടുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് തിരിച്ചിട്ടെടുക്കാം കേട്ടോ. തിരിച്ചിട്ടെടുക്കുമ്പോൾ ഈ കോണൊക്കെ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കിട്ടുന്ന രീതിയിൽ അങ്ങനെ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പതിച്ചടിയും കൂടെ ഇവിടെ കൊടുക്കാം കേട്ടോ. ഇവിടെ നമ്മൾ ഇങ്ങനെ പതിച്ചടിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ 2 വശത്തും അതുപോലെ നമ്മൾ പതിച്ചടിച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതെന്തിനാണെന്ന് വെച്ചാൽ ലൈനിങ് ഒന്നും പൊങ്ങി വരാതെ ക്ലിയറായിട്ട് പതിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ആ പേര് പോലെ ഒരു പതിച്ചടി അവിടെ കൊടുക്കുന്നത്. അതുപോലെ നമുക്ക് 2 വശത്തും ഇതുപോലെ ഒന്ന് പതിച്ച് അടിച്ചു കൊടുക്കാം കേട്ടോ. ഇതുപോലത്തെ 2-3 ടോപ്പിൻ്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഡൗട്ടുണ്ടെങ്കിൽ നിങ്ങൾ പോയി നോക്കണം. ഓക്കെ, എന്നിട്ട് താഴത്തെ തുമ്പൂടെ നമ്മൾ കറക്റ്റായിട്ട് ഷേപ്പ് ചെയ്തിട്ട് ഒന്ന് മടക്കി അടിച്ച് കൊടുക്കുന്നുണ്ട്. ഇതെന്തിനാണ് മടക്കി അടിച്ച് കൊടുക്കുന്നതെന്ന് വെച്ചാൽ എല്ലാവർക്കും ഓവർലോക്കൊക്കെ കാണണമെന്നില്ലല്ലോ അങ്ങനത്തെ മെഷീനൊന്നും. അതുകൊണ്ട് നമുക്ക് സ്റ്റിച്ചൊന്നും തയ്യൽ തുമ്പൊന്നും വെളി വരാതിരിക്കാനായിട്ട് ഞാനിപ്പോൾ പുറത്തൊക്കെ ഓർഡർ കൊടുക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ മടക്കി അടിച്ച് കൊടുക്കും. എൻ്റെ നോർമൽ മെഷീനാണല്ലോ, അതുകൊണ്ട് ഇങ്ങനെ മടക്കി അടിച്ച് കൊടുക്കുമ്പോൾ തയ്യൽ തുമ്പൊന്നും പുറത്ത് വരാതെ വൃത്തികേടില്ലാതെ വൃത്തിയായിട്ടിരിക്കും കേട്ടോ. അതുകൊണ്ട് അതുപോലെ വേണമെന്നുള്ളവർക്ക് നമുക്കിങ്ങനെ മടക്കി അടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലോക്കിട്ടെടുക്കാം കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്താൽ മതി. അതുപോലെ ഞാൻ ഇങ്ങനെ മടക്കി കൊടുക്കുന്നുണ്ട്. 2 വശവും താഴത്തെ പോർഷൻ ഇങ്ങനെ മടക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ സെൻറ്റർ പോർഷൻ, യോക്ക് പോർഷൻ്റെ സെൻറ്റർ പോർഷൻ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ എലാസ്റ്റിക് ഒന്ന് ഫിറ്റ് ചെയ്യാനാണ് പോകുന്നത്. ഫ്രണ്ടിൽ എലാസ്റ്റിക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അങ്ങനെ സെൻറ്റർ പോർഷൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ വീതിയിലുള്ള എലാസ്റ്റിക്കാണ് എടുക്കുന്നത്. 5 ഇഞ്ച് നീട്ടത്തിനാണ് കേട്ടോ എടുത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഒന്ന് ലോക്കിട്ടെടുക്കാം. ഒരു 2 സ്റ്റിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ട് നമുക്കൊന്ന് ലോക്കിട്ടെടുത്തിട്ട് നമുക്ക് ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് താഴോട്ട് വെച്ച് അടിച്ചെടുക്കാം കേട്ടോ. വളഞ്ഞൊന്നും പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുപാട് വീതി കൂടി എലാസ്റ്റിക് എടുക്കരുത്. ഇതൊരു 4 ഇഞ്ചോളം വീതിയേ വരുള്ളൂ കേട്ടോ. അങ്ങനത്തെ എലാസ്റ്റിക് തന്നെ എടുക്കാം. എന്നിട്ട് നമുക്ക് താഴെ വരെ ഇങ്ങനെ അടിച്ചു കൊടുക്കുക കേട്ടോ. ഇങ്ങനെ അടിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ ഒരു കോൺ ഷേപ്പ് വരും. അതായത് ഇങ്ങനെ ഇങ്ങനെ ഒരു കോണ് പോലെ ഇങ്ങനെ വരും കേട്ടോ, ഒരു വി ഷേപ്പ് പോലെ. ആ വി അവിടെ ഫില്ല് ചെയ്യുന്നതിനാണ് നമ്മൾ ഫ്രണ്ട് ബോട്ടം പോർഷനിൽ 2 ഇഞ്ച് എക്സ്ട്രാ ആയിട്ട് വെട്ടിയില്ലേ, ഈ വി ഫില്ല് ചെയ്യുന്നതിനാണ് നമ്മൾ ആ 2 ഇഞ്ച് എക്സ്ട്രാ എടുത്തത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ ഒന്നുകൂടെ കണ്ടു നോക്കുക, ക്ലിയറായിട്ട് മനസ്സിലാവും. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്ലീവ്സ് അടിച്ചു കൊടുക്കാം കേട്ടോ. സ്ലീവ്സിൽ ഇവിടെയാണ് എലാസ്റ്റിക് വരുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലോക്കിങ് ഇവിടെയും ഞാൻ ചെയ്യുന്നുണ്ട്. ഈ സൈഡിലും നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എലാസ്റ്റിക്കിൻ്റെ സൈഡിലല്ല, അതല്ലാതെ യോക്ക് പോർഷനായിട്ട് ജോയിൻറ്റ് ചെയ്യേണ്ട സൈഡുണ്ടല്ലോ, അതും നമ്മളത് ഇങ്ങനെ ഒന്ന് മടക്കി അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ സ്ലീവ്സിൻ്റെ 2 സൈഡിലും നമ്മളിങ്ങനെ മടക്കി അടിച്ചു കൊടുക്കുന്നുണ്ട്. അതാകുമ്പോൾ തയ്യൽ തുമ്പൊന്നും വെളിയിൽ വരാതെ ക്ലിയർ ആയിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ ഞാനവിടെ മടക്കി അടിച്ച് കൊടുക്കുന്നുണ്ട്.
ഓക്കെ, ദാ ഇവിടെ ഞാൻ അത് മടക്കി അടിച്ച് കൊടുത്തു. ഇനി നമുക്ക് അതുപോലെ തന്നെ 2 സൈഡ് നമ്മൾ മടക്കി അടിച്ച് കൊടുക്കും. 2 സൈഡിൽ മടക്കി അടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡറിലെ എലാസ്റ്റിക്കിന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു മടക്കി അതുപോലെ ഒരു മടക്കൂടെ ഞാൻ ഇങ്ങനെ മടക്കി കൊടുക്കുന്നുണ്ട്. അതായത് നമ്മുടെ 4 ഇഞ്ച് വിഡ്ത്തുള്ള എലാസ്റ്റിക് അല്ലേ, അത് കയറാനും പാകത്തിനാണ് കേട്ടോ. ഒരുപാട് വിഡ്ത്തുള്ള എലാസ്റ്റിക് ആയാൽ അത് വൃത്തികേടായിരിക്കും. അതുകൊണ്ട് 4 ഇഞ്ച് ആ അളവിൽ തന്നെ എടുക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, എന്നിട്ട് ഇതുപോലെ നമ്മൾ മടക്കി അടിച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ 2 സ്ലീവിൽ നമ്മൾ ഷോൾഡർ ഭാഗം ഇതുപോലെ തന്നെ നമുക്ക് മടക്കി അടിച്ച് കൊടുക്കാമേ. ഓക്കെ, മടക്കി അടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 എലാസ്റ്റിക് ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ 10.5 ഇഞ്ചാണ് കേട്ടോ ഷോൾഡറിൻ്റെ ഒരു ലെങ്തായിട്ട് എടുക്കുന്നത്. 10.5 ഇഞ്ചാണ്. നിങ്ങൾക്ക് എത്രയാണോ വേണ്ട അതിനനുസരിച്ച് എടുക്കാമേ. ഓക്കെ, എന്നിട്ട് ഒരു പിന്നിൽ എലാസ്റ്റിക് കൊടുത്തിട്ട് നമ്മളിതാ അതിൻ്റെ ഉള്ളിലോട്ട് കയറ്റി കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇതുപോലെ ഒരുപാട് ലൂസായി പോകരുത് കേട്ടോ. അതായത് ഒരുപാട് വലുതായിട്ട് നമ്മൾ എലാസ്റ്റിക് കയറ്റുന്ന ആ ഭാഗം അടിച്ചു കൊടുക്കരുത്. എന്നാൽ കുറച്ച് വൃത്തികേടായിരിക്കും. കുറച്ചൊന്ന് ടൈറ്റല്ല, ഒന്ന് പാകത്തിന് നിൽക്കുന്ന രീതിയിൽ വേണം കേട്ടോ അടിച്ചു കൊടുക്കുക. എന്നാലേ ചുരുങ്ങി വരുമ്പോൾ ആ ഭംഗി നമുക്കറിയാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ എലാസ്റ്റിക് തിരിഞ്ഞു പോകാനുള്ള ഒക്കെയുള്ള ഇങ്ങനെ പൊളഞ്ഞൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. എന്നിട്ട് ഇങ്ങനെ ഞാൻ ആ 2 സൈഡിൽ നമ്മൾ ലോക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. എലാസ്റ്റിക് ഇങ്ങനെ കയറ്റിയിട്ട് നമ്മൾ 2 സൈഡിൽ ലോക്ക് ഇട്ട് കൊടുക്കുക. ഇല്ലെങ്കിൽ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മൾ കൂട്ടിയടിക്കാൻ നേരത്തെ എലാസ്റ്റിക് അകത്ത് കയറി പൊക്കളയും കേട്ടോ. അതുകൊണ്ട് നമുക്ക് 2 സൈഡിൽ ഇതുപോലെ ഒന്ന് ലോക്ക് ഇട്ട് കൊടുക്കാമേ. ഇതുപോലെ തന്നെ 2 സ്ലീവിൽ നമ്മൾ ചെയ്ത് കൊടുക്കാം. ഇനി സ്ലീവിൻ്റെ തുമ്പ് അടിച്ചു കൊടുക്കാമേ. സ്ലീവിൻ്റെ തുമ്പും എലാസ്റ്റിക്കാണ് കേട്ടോ. അതും നമുക്ക് ഇതുപോലെ അടിച്ചെടുക്കാമേ. ഓക്കെ, നമ്മളവിടെ ലോക്ക് ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് സ്ലീവ്സിൻ്റെ തുമ്പെടുക്കാം. ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി സ്ലീവ്സിൻ്റെ തുമ്പെടുക്കുമ്പോൾ അവിടെയും നമ്മളിതാ ഇതുപോലെ ഒരു മടക്കി വീണ്ടും ഒരു മടക്കൂടെ മടക്കി നമ്മൾ അടിച്ചു കൊടുക്കുക കേട്ടോ. ഞാൻ ഇവിടെ ഇച്ചിരി കൂടെ 1/2 ഇഞ്ചിനെക്കാട്ടും കുറച്ചുകൂടെ വീതിയുള്ള എലാസ്റ്റിക്കാണ് വെച്ച് കൊടുക്കുന്നത്. അതായത് വലിയ എലാസ്റ്റിക്കിനെ ഞാൻ 2ആയിട്ട് മുറിച്ചാണ് കേട്ടോ ഇവിടെ വെച്ച് കൊടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇച്ചിരി കൂടെ വലുപ്പത്തിനാണ് അടിച്ചു കൊടുക്കുന്നത്. അതായത് സംഭവം സിമ്പിളാണ്. എത്രയാണോ നമ്മുടെ എലാസ്റ്റിക്കിൻ്റെ വലിപ്പം അതിനനുസരിച്ച് വേണം കേട്ടോ നിങ്ങൾ വരച്ചു കൊടുക്കാൻ. ഓക്കെ, എന്നിട്ട് ഞാൻ എവിടെയാണോ എൻ്റെ സ്ലീവ്സ് വരുന്നത് അതിൻ്റെ അളവാണ് മാർക്ക് ചെയ്ത് കൊടുത്തത്. ഏകദേശം ഒരു 9 ഇഞ്ചോളം ആണ് ഞാൻ എടുത്തു കൊടുത്തത് കേട്ടോ. നിങ്ങൾ അളന്ന് നോക്കുക. നിങ്ങളുടെ സ്ലീവ്സ് എവിടെയാണോ വരുന്നത്, സ്ലീവ്സിൻ്റെ എൻഡ് അവിടുത്തെ ആ അളവിനെക്കാട്ടി ഒരു 2 ഇഞ്ച് കൂടെ കൂടുതൽ എടുക്കുക കേട്ടോ. കാരണം മടക്കിയൊക്കെ അടിക്കുമ്പോൾ നമുക്കില്ലെങ്കിൽ ടൈറ്റായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് 2 ഇഞ്ച് കൂടെ കൂടുതലെടുത്ത് നമുക്ക് നേരത്തെ നമ്മൾ ഷോൾഡറിൽ ചെയ്ത പ്രോസസ്സ് തന്നെയാണ് നമ്മളിവിടെയും ചെയ്യുന്നത്. എലാസ്റ്റിക് ഇട്ട് കൊടുത്തിട്ട് 2 വശവും നമ്മൾ അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ 2 തുമ്പും നമ്മൾ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ 2 സ്ലീവ്സും നമ്മൾ ഇതുപോലെ അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എലാസ്റ്റിക് ഇങ്ങനെ കറക്റ്റായിട്ട് കയറ്റി കൊടുക്കുക. ഇങ്ങനെ കയറ്റി കൊടുക്കുമ്പോൾ പൊളഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. നിങ്ങാനും നിങ്ങൾ അടിച്ച ഹോൾ വലുതായി പോയി എലാസ്റ്റിക് ചെറുതായി പോയെങ്കിൽ അതിൻ്റെ നടുക്കൂടെ ഒരു അടിയും കൂടെ കൊടുക്കുക, ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ മാറിയൊന്നും പോവില്ല. ഓക്കെ, നമ്മൾ എന്ത് തെറ്റ് കാണിച്ചാൽ എന്ത് മണ്ടത്തരം കാണിച്ചാലും അതിനൊരു പരിഹാരമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയൊന്നും ടെൻഷൻ അടിക്കണ്ട. ഓക്കെ, ശരി. എന്നിട്ട് നമുക്ക് ഈ സൈഡിൽ കൂടെ നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. 2 സൈഡ് നമ്മൾ ലോക്ക് ഇട്ട് എടുക്കാം. ബിഗിനേഴ്സ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവാനാണ് ഇത്രയും വിശദീകരിച്ച് പറയുന്നത്. ഓക്കെ, അങ്ങനെ തുമ്പ് നമുക്കിങ്ങനെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഷോൾഡർ നമുക്ക് അധികം ചുരുക്കിലല്ല കിട്ടിയിട്ടുള്ളത്. കാരണം നമ്മൾ കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞില്ലേ. അതുകൊണ്ട് ഷോൾഡർ ഇങ്ങനെ ഒരു മിനിമൽ ചുരുക്കിലാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സ്ലീവ്സിൻ്റെ പണിയും കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സ്ലീവ്സ് യോക്ക് പോർഷനായിട്ട് അറ്റാച്ച് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളിങ്ങനെ വെച്ച് നോക്കുക കേട്ടോ. എങ്ങനെയാണ് എലാസ്റ്റിക് വരേണ്ടത്. അതുകൊണ്ട് ഇങ്ങനെ തിരിച്ച് ഇങ്ങനെ വേണം നമ്മളിവിടെ യോക്ക് പോർഷൻ അറ്റാച്ച് ചെയ്ത് കൊടുക്കാനേ. ഒന്നുകൂടെ ഒന്ന് ബാക്ക് അടിച്ച് കണ്ടാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും കേട്ടോ. എന്നിട്ട് നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാമേ. ഇതുപോലെ 4 മൂലകൾ നിങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അതുപോലെ 4 മൂലകൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാമേ. ആദ്യം കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും. നിങ്ങൾ മെഷീനിൽ നിന്ന് തുണി എടുത്തെടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, ഞാൻ അതായത് അവസാനത്തെ മൂലയാണ് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ നമ്മൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും കേട്ടോ. അപ്പം ഞാൻ ആദ്യം അടിച്ചപ്പോഴും എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോയായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ഒന്നുകൂടെ ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ച് നോക്കി അടിച്ചു കൊടുക്കുക കേട്ടോ. ഇല്ലെങ്കിൽ ഡൗട്ടാണെങ്കിൽ ഒന്നുകൂടെ ഇളക്കുക, ഒന്നുകൂടെ വയ്ക്കുക. അങ്ങനെ കറക്റ്റായിട്ട് വെച്ച് ഷോൾഡർ എങ്ങനെ പോകുന്നു ആ രീതിയിൽ വെച്ച്
ചെയ്ത് കൊടുത്താൽ മതിയേ. ഇതിപ്പോൾ പ്രിൻറ്റും കൂടെ ഉള്ള തുണി ആയതുകൊണ്ട് ഞാൻ എത്ര ക്ലിയർ ആയിട്ട് വെച്ചാലും നിങ്ങൾക്ക് മനസ്സിലാവുന്നതിനൊരു പരിധിയുണ്ട്, എനിക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ തന്നെ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ച് നോക്കുമ്പോൾ ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടും. അങ്ങനെ നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നമുക്കത് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. താഴത്തെ തുമ്പിൽ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാമേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി കേട്ടോ, ക്ലിയറായിട്ട് പറഞ്ഞു തരാൻ ചോദിച്ചാൽ മതി. ഓക്കെ, നമ്മൾ സെൻറ്റർ പോർഷൻ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ മടക്കി അടിച്ചു കൊടുക്കാമേ. നമ്മളെല്ലാ പോർഷനും മടക്കി അടിച്ചു കൊടുത്തിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ തയ്യൽ തുമ്പൊക്കെ പുറത്ത് ഒരുമാതിരി വൃത്തികേടായിട്ട് കാണും. അതുകൊണ്ട് നമുക്കിങ്ങനെ മടക്കി അടിച്ചു കൊടുക്കാം കേട്ടോ. എല്ലാ പോർഷനും മടക്കി അടിച്ചു കൊടുക്കുക. താഴത്തെ തുമ്പ് മാത്രം പിന്നീട് മടക്കി അടിച്ചാൽ മതി, ലാസ്റ്റ് മടക്കി അടിച്ചാൽ മതി. ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്നറിയാമോ, തുമ്പ് ഇറക്കം കുറഞ്ഞു പോകും കേട്ടോ നമ്മൾ ജോയിൻറ്റ് ചെയ്തെടുക്കുമ്പോൾ. ഓക്കെ, അങ്ങനെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്, മടക്കി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ സെൻറ്റർ പോർഷൻ ഇതാണ്. നല്ല വശം ചേർത്ത് വെച്ചാണ് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത്. ആദ്യം സെൻറ്റർ പോർഷൻ നമ്മളൊരു പ്ലേറ്റ് ഇട്ടിട്ട് അവിടെ ഇങ്ങനെ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഈക്വലായിട്ടെന്ന് പറഞ്ഞാൽ നമുക്കൊരളവ് കാണുമല്ലോ, ആ അളവിന് അങ്ങ് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അവിടെ ഞാനിങ്ങനെ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇപ്പുറം ഇങ്ങനെ കുട്ടി പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാമേ. അങ്ങനെ നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ കറക്റ്റായിട്ടെന്ന് പറഞ്ഞാൽ ഒരേ അളവിനിടണമെന്നൊന്നുമില്ലേ. അതായത് ഇതിപ്പോൾ പ്രിൻ്റുള്ള തുണി ആയതുകൊണ്ട് ഇതിൽ നമുക്കിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ട് കൊടുക്കാം. ഇത്തിരി കളത്തരം കാണിച്ചാലും കുഴപ്പമില്ലേ. പക്ഷേ പ്ലെയിൻ തുണിയൊക്കെ എടുക്കുന്നവർ കറക്റ്റായിട്ട് തന്നെ പ്ലീറ്റ്സ് അളവിനിട്ട് കൊടുക്കാൻ നോക്കുക കേട്ടോ. വേണമെങ്കിൽ നമുക്ക് ഒറ്റ സ്റ്റിച്ച് ഇട്ടിട്ട് നമുക്ക് നൂലിങ്ങനെ വലിച്ചു കൊടുത്തിട്ട് അത് അങ്ങനെ അടിച്ചു കൊടുക്കുന്ന ആ ഒരു രീതിയില്ലേ, ആ മെത്തേഡും വേണമെങ്കിൽ നമുക്കിതിൽ ട്രൈ ചെയ്ത് കൊടുക്കാമേ. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് 2 വശവും അടിച്ചു കൊടുക്കാമേ. ഓക്കെ, ഇനി ഇതിൻ്റെ ബാക്ക് പോർഷൻ നമുക്കിങ്ങനെ തന്നെ സെൻറ്ററും ചേർത്ത് വെച്ചിട്ട് നല്ല വശം ചേർത്ത് വെച്ചിട്ട് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ 2 വശവും കൂടെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുമ്പോൾ പിന്നെ നമുക്ക് ജോയിൻറ്റ് ചെയ്ത് അടിക്കുമ്പോൾ നമ്മുടെ പണി കഴിയുവേ. ഭയങ്കര സിമ്പിളായിട്ട് ഞാൻ കുറച്ച് എക്സ്ട്രാ വിശദീകരണം തന്നതുകൊണ്ടാണ് ഇത്രയും ടൈം എടുത്ത്. നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടോപ്പാണ്. കോട്ടണിലൊക്കെ ചെയ്തെടുക്കുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും കേട്ടോ. ഓക്കെ, 2 മീറ്റർ തുണി മതി കേട്ടോ ഇതിനകത്ത്. നമ്മൾ 2 മീറ്റർ തുണിയും കുറച്ച് എലാസ്റ്റിക്കും അതുകൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് ചെയ്തെടുക്കാമേ. അപ്പോൾ അപ്പുറം 2 വശത്തോട്ട് ഞാൻ ഇങ്ങനെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാമേ. നമ്മളിവിടെ ഒരു ലോക്കിംഗ് ടെക്നിക്കാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഫ്രഞ്ച് സീമെന്ന് എന്തോ ആണ് ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടപ്പോൾ എനിക്ക് കമൻറ്റ് വന്നത്. ഓക്കെ, നമ്മൾ ആ പ്ലീറ്റ്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുന്നത് നല്ല വശം ചേർത്ത് വെച്ചാണ്. ആദ്യം നമ്മളിത് നല്ല വശം ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് തയ്യൽ തുമ്പ് വെട്ടിക്കളഞ്ഞിട്ട് നമ്മൾ തിരിച്ചിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. അതാകുമ്പോൾ ഈ തയ്യൽ തുമ്പൊക്കെ അകത്ത് പോയി നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ ഞാനിവിടെ നല്ല വശം വെച്ച് അടിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല വശം നമുക്ക് താഴെ വരെ, അതായത് ആ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്ത ആ താഴെ ഭാഗം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, ഇങ്ങനെ ഇതുപോലെ നമുക്ക് കുറച്ച് തയ്യൽ തുമ്പ് കുറച്ചിട്ടാൽ മതി. ഇങ്ങനെ കറക്റ്റായിട്ട് പിടിച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. ആം ഹോള് പിന്നെ നമ്മുടെ ആ താഴത്തെ ആ ഒരു വേസ്റ്റ് ലൈൻ അതെല്ലാം കറക്റ്റായിട്ട് ഇങ്ങനെ പിടിച്ച് വെച്ച് കൊടുത്ത് നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാമേ. ഓക്കെ, എന്നിട്ട് നമുക്ക് ആ തയ്യൽ തുമ്പിൻ്റെ ഒരു 4 ഇഞ്ചും വേണമെന്നില്ല, ലീവ് ചെയ്തിട്ട് 4 ഇഞ്ചോളം വിട്ടിട്ട് നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഓക്കെ, ഞാൻ ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കതിനെ തിരിച്ചിട്ടിട്ട് നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് സാധാരണ ചെയ്യുമ്പോൾ അടിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് നിങ്ങൾ മറിച്ചിടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും തയ്യൽ തുമ്പ് കാണാനേ പറ്റില്ല, തയ്യൽ തുമ്പ് അകത്ത് പോയി ക്ലിയർ ആയിട്ട് കിട്ടും കേട്ടോ. ഇത് നോർമൽ മെഷീനിൽ തയ്ക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. അല്ലാത്ത മെഷീനിൽ തയ്ക്കുന്നവർക്ക് ലോക്കൊന്നും ഇടാതെ പെട്ടെന്ന് നമുക്ക് തയ്യൽ തുമ്പൊക്കെ അകത്ത് പോയി ക്ലിയർ ആയിട്ട് തയ്ച്ചെടുക്കാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് കേട്ടോ ഇത്. അങ്ങനെയും കൂടെ അടിച്ചെടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഷോർട്ട് ടോപ്പ് റെഡിയാവും. പിന്നെ താഴത്തെ തുമ്പൂടെ അടിച്ചു കൊടുക്കുക കേട്ടോ. അതുകൂടെ കഴിയുമ്പോൾ നമ്മുടെ ഷോർട്ട് ടോപ്പ് റെഡിയാവും. പിന്നെ നമ്മുടെ കറക്റ്റ് സൈസിന് കറക്റ്റ് അളവിനെ കാട്ടി ഒരു ഇഞ്ചൊക്കെ ഡിഫറൻസ് വരുള്ളൂ കേട്ടോ. അളവൊക്കെ നമ്മൾ ആദ്യമേ കറക്റ്റായിട്ടാണ് എടുക്കുന്നതെങ്കിൽ അവസാനം വലിയ ഡിഫറൻസ് ഒന്നും വരില്ല. എന്നിട്ട് നമുക്ക് ബോഡിയും കൂടെ അടിച്ചെടുക്കാം. ബോഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ കറക്റ്റ് സൈസ് കൂടെ അടിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ സംഗതി ഇവിടെ സെറ്റാവും. അപ്പോൾ തിരിച്ചെടുക്കുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പ്രിൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുമെന്ന് അറിഞ്ഞുകൂടാ. തയ്യൽ തുമ്പക്കകത്ത് പോയി അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോൾ അതുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് താഴത്തെ തുമ്പൂടെ അടിച്ചു കൊടുക്കാമേ. ഓക്കെ, അത് കഴിഞ്ഞിട്ടുണ്ടേ നമുക്ക് താഴത്തെ തുമ്പൂടെ ക്ലിയർ ആയിട്ടൊന്ന് അടിച്ചു കൊടുക്കുക. അതിനു മുമ്പ് ഒന്ന് ഷേപ്പും കൂടെ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഫൈനൽ ലുക്ക് ഒന്ന് കണ്ടാലോ.
അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ നോക്കിയിട്ട് അഭിപ്രായം പറയാം. ഇത് ഞങ്ങൾ തച്ച ഡ്രസ്സല്ല കേട്ടോ, ആ തച്ച സെയിം മോഡലിൽ ഞങ്ങളുടെ ഡ്രസ്സാണ്. ആ തച്ച ഡ്രസ്സ് ഞങ്ങൾക്ക് കൊറിയർ ചെയ്യാനുള്ളതായിരുന്നു. നെക്കിലൊക്കെ എലാസ്റ്റിക്കാണ് വെച്ചിട്ടുള്ളത്. നെക്ക് ഡിസൈൻ ഇങ്ങനെയാണ് കിട്ടിയിട്ടുണ്ടായിരിക്കുക. ഷോൾഡറിലും സ്ലീവ്സിൻ്റെ തുമ്പിലും ഒക്കെ എലാസ്റ്റിക്കാണ്. ബാക്ക് പോർഷൻ ഇങ്ങനെയാണുള്ളത്. അപ്പോൾ മൊത്തത്തിൽ ഇങ്ങനെയാണ് കേട്ടോ ലുക്ക്. ഈ ടോപ്പിൻ്റെ വീഡിയോ ഇടാൻ പറഞ്ഞുകൊണ്ടാണ് ഇത് തച്ചപ്പ് തന്നെ ഇട്ടത്. അപ്പോൾ എന്തായാലും ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. കമൻറ്റ്